ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒറിഗാമി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലും ചെയ്യാം. ഇത് ഞാനൊരു സ്ട്രോബെറി ഫ്ലേവറിലുള്ള സ്പഞ്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒറിഗാമി കേക്ക് മോൾഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഫ്ലേവറുള്ള സ്പോഞ്ചാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ സ്ട്രോബെറി കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ സ്പോഞ്ച് ചെയ്യണത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ട്രോബെറി കേക്ക്. അപ്പോൾ ഇതാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ സ്പോഞ്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കാഞ്ഞത്. ഇനി സ്ട്രോബെറി ഫ്ലേവറിലുള്ള സ്പോഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഏത് സ്പോഞ്ച് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ സ്പോഞ്ച് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കേക്കിനും വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തതുപോലെ തന്നെ ഇതിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് എടുത്തിട്ടാണ് ഈ കളറ്. പിന്നെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. എല്ലാ കേക്കും അസംബിൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടേൺ ടേബിൾ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് കൂടി വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 3 ലെയർ കേക്കും വെച്ച് കഴിഞ്ഞു. എല്ലാ കേക്കും നമ്മൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഞാനിതിൽ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. റാഡിയൻറ്റ് ബ്ലൂ ജെൽ കളർ ഞാനൊരു 4-5 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പാച്ചുല കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. ക്രീം മുകളിൽ നിന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നല്ല ഷേപ്പിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുക്കുന്ന സമയം കൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മളുടെ കൈ ഒറിഗാമി കേക്കിൻ്റെ ഷീറ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു മോൾഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുവരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഒറിഗാമി ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ഹൈറ്റും പിന്നെ റൗണ്ടിലുള്ള ആ മെഷർമെൻറ്റും ഒക്കെ നമുക്കൊന്ന് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് എടുക്കുവാണേ. റൗണ്ടിൽ ഇതാ ഒരു റിബൺ വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുക്കുവാണ്. അപ്പോൾ ഒറിഗാമി കേക്കിൻ്റെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന OHP ഷീറ്റ് അഥവാ ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ് ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് എടുത്ത ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നല്ലോ, ആ സ്റ്റിക്കാണിത് കേട്ടോ. അത് OHP ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് ആ മടക്കിയ ഭാഗത്തുകൂടി കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇച്ചിരി അകലത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തൂടെ തന്നെ ചെറുതായിട്ട് മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പക്ഷേ ആദ്യത്തെ മടക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ അടുത്ത മടക്ക് മടക്കാനായിട്ട്. നമ്മൾ മടക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഉണ്ടാവണം കേട്ടോ. ഞാനിപ്പം ഇത് മൊത്തം ഒന്നാക്കിയിട്ട് കാണിച്ചു തരാം. ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും പോരാ, കാരണം റിബണിൻ്റെ നീളത്തിൽ വേണമല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടി ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 2ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത റിബൺ ഉണ്ടല്ലോ, അത്രയും തന്നെ നീളം ഉണ്ടോ എന്നൊന്ന് നോക്കാം ഇതിനും. എന്തായാലും ഇത് കറക്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒറിഗാമി കേക്കിൻ്റെ മോൾഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എൻ്റെ മോനും കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഹോം മെയ്ഡായിട്ടല്ല, വാങ്ങാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ ടൂൾസൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ അവൈലബിൾ ആണിത്. പിന്നെ 400 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ക്യാൻഡി കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജെൽ കളറാണ്.
ജെൽ കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം അതിൽ കളർ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കട്ട പിടിക്കാണ്ട് കിട്ടും കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റാഡിയൻറ്റ് ബ്ലൂ കളറാണ്. ഒരു 5-6 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് വളരെ കുറച്ച് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബ്ലൂ കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റും അങ്ങനെ 2 കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ആദ്യം ഇരുന്ന ബൗളിലേക്ക് 2-3 ഡ്രോപ്സ് ബ്ലൂ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡാർക്കും ലൈറ്റും ബ്ലൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് 2 പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒറിഗാമി മോൾഡ് എടുത്ത് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് ഭാഗത്തായിട്ട് ലൈറ്റ് ബ്ലൂ കളറും താഴെ ഡാർക്ക് ബ്ലൂ കളറും അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഉള്ളിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ് പോകാതെ തന്നെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മറന്നുപോയതാണേ. പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് ഗനാഷ് വെച്ചിട്ടോ ബട്ടർ ക്രീം വെച്ചിട്ടോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പം ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ നമ്മളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വെളിയിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കിത് കേക്കിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട് കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും സമയം നമ്മളുടെ കേക്ക് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇത് നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. എടുക്കുമ്പം ചോക്ലേറ്റ് പൊട്ടിപ്പോവാതെ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് 4 ചുറ്റിൽ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ഷീറ്റ് ഇളക്കേണ്ടത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഷീറ്റ് ഒന്ന് എടുത്ത് മാറ്റണം. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഷീറ്റൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇളക്കിയപ്പോൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇളക്കാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണേ. കേക്കിനെക്കാട്ടിയും ചോക്ലേറ്റ് കുറച്ചൊന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഞാൻ കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കറക്റ്റ് ലെവൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഹോൾസ് കാണുന്നുണ്ടോ, അപ്പോൾ ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങ് ഫില്ലായിക്കോളും. അപ്പോൾ ഈ ഹോൾസൊക്കെ അടച്ച് നല്ല നീറ്റായിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മളുടെ ഒറിഗാമി കേക്ക് നല്ല ഭംഗിയുണ്ടാവുക കാണാനായിട്ട്. ഞാനിപ്പോൾ എന്തായാലും ഹോൾസൊന്നും അടച്ചു കൊടുക്കുന്നില്ല. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ കുറച്ച് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഉള്ളിലായിട്ടൊരു ബോർഡർ പോലെ വരച്ചു കൊടുക്കാനാണ്. ഗനാഷ് ചെയ്യണതൊക്കെ നമ്മൾ ഓൾറെഡി ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാഞ്ഞത്. ഐസി നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ പോലെ കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ഫ്ലവർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാനിപ്പം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവർ ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. R11 എന്ന് പറയുന്ന നോസിലാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫ്ലവർ നെയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടല്ലോ, കുറച്ച് വലിയ ഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല നീറ്റായിട്ട് അതിൽ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതുമാണല്ലോ. അപ്പോൾ ചെറിയ ഭാഗം നമ്മൾ മുകളിലായിട്ടും വലിയ ഭാഗം താഴോട്ടായിട്ടും പിടിച്ചിട്ട് വേണം ഈ ഫ്ലവർ എപ്പോഴും ചെയ്ത് കൊടുക്കാനായിട്ട്. ഓരോരോ പെറ്റൽസും നമ്മൾ ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു റാ പോലെ ഇങ്ങനെ അങ്ങ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒരു ആർച്ച് പോലെ ഇങ്ങനെ പൊക്കി അങ്ങനെ അങ്ങ് ആക്കി കൊടുത്താൽ മതി. ഞാൻ കുറച്ചൊരു വലിയ ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളുടെ ഫ്ലവർ ഒന്ന് നല്ലതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് ഈ ക്രീമിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഫ്ലവർ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മളുടെ ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ലീഫ് വരച്ചു കൊടുക്കണമേ. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആക്കി ലീഫിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ലീഫ് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് ആ ഗനാഷിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ ഒറിഗാമി കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഒറിഗാമി കേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ കേക്ക് നോക്കി കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ തന്നെ കമൻറ്റും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.